പപ്പു എന്നും കഴിവേട്ടനെന്നും ഒക്കെ പറഞ്ഞ് ആക്ഷേപിച്ചിട്ടും ഭാരത് ജോഡോ യാത്ര കൊണ്ട് കേരളത്തിലൊഴികെ മറ്റൊരു സംസ്ഥാനത്തും യാതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞിട്ട് കൂടെ അഥവാ ED പോലുള്ള ഏജൻസികൾ വെച്ച് വേട്ടയാടിയിട്ടും തെരഞ്ഞെടുപ്പിന്റെ അവസാന നിമിഷങ്ങളിൽ വരെ കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചു ദേശീയ മാധ്യമങ്ങളെ കൊണ്ട് ഒരു എക്സിറ്റ് പോൾ ഉണ്ടാക്കിച്ചിട്ടും അഥവാ ഇലക്ഷൻ കമ്മീഷന് വരെ കയ്യിൽ വെച്ച് അമ്മാനമാടിയിട്ട് കൂടെ ഇന്ത്യയുടെ ആത്മാവിനെ വീണ്ടെടുക്കാൻ ഇന്ത്യൻ ജനത ഒറ്റക്കെട്ടായി നിന്നു എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് 2024 ജൂലൈ 4. അതിനുവേണ്ടി ഇന്ത്യ ഒട്ടാകെ നടന്ന വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറപ്പിച്ച രാഹുൽ ഗാന്ധിയെ ഇനിയും അംഗീകരിക്കാതിരുന്നാൽ അത് ഇന്ത്യയുടെ ആത്മാവിനോട് ചെയ്യുന്ന തെറ്റായി. തീർച്ചയായും ഇന്ത്യയുടെ ആത്മാവിനെ അദ്ദേഹം വീണ്ടെടുത്തിരിക്കും. അതാണ് കോൺഗ്രസ്, അതാണ് രാഹുൽ ഗാന്ധി. അദ്ദേഹത്തെ ഇനിയും പുച്ഛിക്കാനുള്ളവർക്ക് പുച്ഛിക്കാം. പക്ഷെ ഒന്ന് മനസ്സിലാക്കുക, എവിടെ കിടന്നിരുന്ന ഒരു പാർട്ടിയെ, ഒരു ഓപ്പോസിഷൻ പാർട്ടിയെ ഈ നിലയിലേക്ക് അദ്ദേഹം എത്തിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ഇന്ത്യയുടെ ആത്മാവിനെ വീണ്ടെടുത്തിരിക്കും. അത് അദ്ദേഹത്തിലുള്ള വിശ്വാസമാണ്.